പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് 5 മണിക്കാണ് നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. പുതിയ GST പരിഷ്കരണം നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിലാണ് അഭിസംബോധന. KP അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, കഴിഞ്ഞ ദിവസം അമിത് ഷാ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി, രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ GST പരിഷ്കരണം വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വന്നു. പ്രധാനമന്ത്രിയുടെ അഭിസംബോധന എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. GST കൗൺസിൽ പ്രകടമായ ചില മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ആണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ പുതുക്കിയ നിരക്കുകൾ ഏത് നിലയിലായിരിക്കും രാജ്യത്തിന് ഗുണകരമാവുക എന്നത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. നേരത്തെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുള്ളത് 2 ലക്ഷം കോടി രൂപ അധികമായി വിപണിയിലേക്ക് ഇപ്പോഴത്തെ നികുതി പരിഷ്കരണത്തിലൂടെ എത്തും എന്നുള്ളതാണ്. അതായത് രാജ്യത്തെ സമ്പദ്ഘടനയെ കൂടുതൽ കരുത്താർജിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇടത്തരക്കാരായിട്ടുള്ള ആളുകളുടെ സാമ്പത്തികമായ ഉന്നമനം കൂടി പ്രാപ്യമാക്കുക എന്നതാണ് ഈ GST പരിഷ്കരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, GST പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഈ കൗൺസിൽ എടുക്കുന്ന ഏറ്റവും നിർണായകമായ തീരുമാനമാണ് ഇപ്പോഴത്തേത് എന്നുകൂടിയാണ് ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ധനമന്ത്രി നേരത്തെ പറഞ്ഞതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ, അതായത് ഏത് നിലയിലായിരിക്കും ഇപ്പോഴത്തെ ഈ GST ഘടനയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ രാജ്യത്തിന് ഗുണകരമാവുക, അത് ഇടത്തരക്കാരായ സാധാരണക്കാരായ ആളുകളെ എങ്ങനെയായിരിക്കും കൂടുതൽ മെച്ചപ്പെടുത്തുക, കാർഷിക മേഖലയിലടക്കം ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുക എന്നിവ ഉൾപ്പെടെ പ്രധാനമന്ത്രി വൈകിട്ട് 5 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കൂടുതൽ വിശദമാക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും 2 ലക്ഷം കോടി രൂപ ഇന്ത്യൻ വിപണിയിലേക്ക് അധികമായി എത്തും എന്ന് പറയുമ്പോൾ പോലും ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച ആശങ്കയുണ്ട്. അതിലേറ്റവും ആശങ്ക പങ്കുവെക്കുന്നത് കേരളം തന്നെയാണ്. കുറഞ്ഞത് 8,000 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിന് പ്രതിവർഷം ഉണ്ടാകും എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരം എതിർ അഭിപ്രായങ്ങൾ കൂടി നിലനിൽക്കുമ്പോഴാണ് നാളെ മുതൽ പുതിയ ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. അതിൻ്റെ രത്നച്ചുരുക്കം ഇപ്രകാരമാണ്. അതായത് ഇന്ന് വരെ നിലനിൽക്കുന്ന നികുതി ഘടന എന്നത് 4 സ്ലാബുകൾ ആയിട്ടാണ് 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 തട്ടുകളിൽ ആണ് ഇപ്പോൾ നികുതി ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാളെ മുതൽ ഇതിന് പ്രകടമായ മാറ്റം വരുന്നു. 3 തട്ടുകൾ ആയിരിക്കും ഇനി ഉണ്ടാവുക. അതിൽ തന്നെ 2 തട്ടുകൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത്. അത് 5%, ഒപ്പം 12% എന്നതാണ് ഏറ്റവും 5%, അതോടൊപ്പം തന്നെ 18% എന്നിങ്ങനെ 2 തട്ടുകൾ എന്നുള്ളതാണ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. ഒപ്പം 40% നികുതി ഈടാക്കുന്ന ചില ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമുണ്ട്. അത് പ്രധാനമായും പുകയില, സിഗരറ്റ്, അതുപോലെയുള്ള ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഉൽപ്പന്നങ്ങൾ, ലോട്ടറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ, ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്കാണ് 40% നികുതി ബാധകമാകുന്നത്. അത് പിന്നീട് കുറച്ചുകൂടി ചർച്ചകൾക്ക് ശേഷമായിരിക്കും പ്രായോഗിക തലത്തിലേക്ക് വരാൻ പോകുന്നത്. നാളെ മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് 5%-ന്റെയും 18%-ന്റെയും നികുതി ഘടന എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത്, നിലവിൽ 18% നികുതി ഈടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ 90% ഉൽപ്പന്നങ്ങളും ഈ നികുതി ഘടനയിൽ നിന്ന് മാറുന്നു എന്ന് മാത്രവുമല്ല 5%-മായി അതിൻ്റെ നികുതി കുറയുന്നു എന്നുള്ളതാണ്. അതായത് രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾ അടക്കം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് എല്ലാം തന്നെ നികുതി ഘടനയിൽ വലിയ മാറ്റമുണ്ടാവുകയും കുറവ് വരികയും ചെയ്യും, വില കുറയുകയും ചെയ്യും എന്നുള്ളതാണ് നാളെ മുതൽ സംഭവിക്കാൻ പോകുന്നത്. അത് വ്യാപാരികളുമായി ബന്ധപ്പെട്ട നിലവിൽ ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള വ്യാപാരികൾക്ക് നഷ്ടമുണ്ടാകാത്ത തരത്തിലുള്ള നടപടിക്രമങ്ങൾ അടക്കം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രധാനമന്ത്രി വിശദീകരിക്കാൻ പോകുന്നത്. ഒപ്പം ഈ മരുന്നുകളുടെ വില വലിയ തോതിൽ കുറയുന്നു എന്നത് അങ്ങേയറ്റം ആശ്വാസകരമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കേണ്ട ജീവിതശൈലി രോഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള മരുന്നുകൾക്ക് വലിയ തോതിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5% നികുതിയിലേക്കാണ് ഈ മരുന്നുകളുടെ നികുതി ഘടന മാറുകയും ചെയ്യുന്നത്. ഇങ്ങനെ രാജ്യത്ത് തന്നെ ഈ അടുത്തിടെ, അതായത് GST നടപ്പിലാക്കി
നടപ്പിലാക്കിയതിനു ശേഷം ഏറ്റവും സമഗ്രമായ ഒരു അഴിച്ചുപണിയും കുറവുമാണ് GST ഘടനയിൽ വരുത്തുന്നത്. ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കേണ്ടത്, അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയിട്ടുള്ള അധിക നികുതി ഉൾപ്പെടെ രാജ്യത്തെ പല വ്യാപാര വ്യവസായ മേഖലയെയും പ്രതികൂലമായി ബാധിക്കും എന്ന പൊതു വിലയിരുത്തൽ ഉണ്ട്. കയറ്റുമതി ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ വലിയ തോതിൽ തിരിച്ചടി നേരിടുന്നു എന്ന പൊതു വിലയിരുത്തലുണ്ട്. നമുക്കറിയാം, ഇത്തരത്തിൽ അമേരിക്ക ഈ അധിക ചുങ്കം ഏർപ്പെടുത്തിയെങ്കിൽ പോലും അമേരിക്കയുമായി പിന്നീട് ചർച്ചയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സമീപനം ഇന്ത്യ സ്വീകരിക്കുകയോ അമേരിക്കയെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പിന്നീട് ഡൊണാൾഡ് ട്രംപ് അത് മയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യയുമായി വ്യാപാര കരാർ അടക്കം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇത്തരം ചില പ്രതിസന്ധികളെ അടക്കം മറികടക്കാൻ ഈ വിപണി ഇടപെടലിലൂടെ സാധിക്കും എന്നാണ് സാമ്പത്തിക രംഗത്തെ. എന്തായാലും ആ വിഷയത്തിലായിരിക്കും ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുക. ഇന്നലെ അദ്ദേഹം ഒരുപക്ഷെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ H-1B വിസയ്ക്കുള്ള വലിയ തുക ഈടാക്കുന്നതിനൊക്കെ ആ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നടത്തിയ ഒരു പരാമർശം, അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു മറ്റ് രാജ്യങ്ങളിലുള്ള അമിതമായ ഡിപ്പെൻഡൻസ് ആണ്, അതിനെ വല്ലാതെ ആശ്രയിക്കുന്നതാണ് എന്നൊരു പരാമർശം നടത്തിയിരുന്നു. അതും ഈ വേളയിൽ ഏറ്റവും ചർച്ചയാവുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ GST പരിഷ്കരണത്തിനൊപ്പം മറ്റെന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കും അതുകൂടി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം.